നെക്സ്റ്റ് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. SCE 3024ൻ്റെ ഫോർത്ത് മൊഡ്യൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫോർത്ത് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ് എന്താണെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ പഠിച്ചിരുന്ന കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഇലക്ട്രോണിക് കമ്പോണൻസിനെ കുറിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ വേരിയസ് ടൈപ്സ് ഓഫ് ഡിവൈസസ്, പിന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ചാർജിങ് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് ഇലക്ട്രോണിക് കമ്പോണൻസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്. അതിൽ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സുമാണ് വരുന്നത്. പിന്നെ PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ്, അതിൻ്റെ വർക്കിംഗ്, അത് വെച്ചുള്ള റെക്ടിഫയർ സർക്യൂട്ട്സ്, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ട്രാൻസിസ്റ്ററും അതിൻ്റെ വർക്കിങ്ങും, ട്രാൻസിസ്റ്ററും ജംഗ്ഷൻ ഡയോഡ് പോലെ സിമിലർ ആയിട്ടുള്ളൊരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും പ്രിൻസിപ്പളൊക്കെയാണ് വരുന്നത്. പിന്നെ പവർ ഇലക്ട്രോണിക് കമ്പോണൻസായ SCRഉം അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പളും, പിന്നെ ചോപ്പർ സർക്യൂട്ടുകളും, പിന്നെ ഫൈനലി ഇലക്ട്രോണിക് വെഹിക്കിളിൻ്റെ ചാർജിങ് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് മൊഡ്യൂൾ 4ലേക്ക് കടക്കാം. മൊഡ്യൂൾ 4ൽ നമ്മൾ തുടക്കം തന്നെ പറയുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ് ആണ്. എന്തൊക്കെയാണ് ആക്റ്റീവ് കമ്പോണൻറ്റ്, പാസീവ് കമ്പോണൻറ്റ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ കമ്പോണൻറ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നതാണ് എന്ത് ആക്റ്റീവ് കമ്പോണൻറ്റ്. പാസീവ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് സിഗ്നൽ യാതൊരുവിധ പ്രോസസ്സിങ്ങും ഇല്ല. അപ്പോൾ സിഗ്നൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വരുന്ന അത് പാസീവ് കമ്പോണൻറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് പാസീവ് കമ്പോണൻസിൻ്റെ വിവിധ തരം ടൈപ്പാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ്. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു 2 ടെർമിനൽ ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ്. എന്തിന് വോൾട്ടേജ് ഡ്രോപ്പ് ബിറ്റ്വീൻ 2 ടെർമിനൽസ് പ്രൊവൈഡ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ് റെസിസ്റ്റർ. റെസിസ്റ്ററിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസിസ്റ്ററുണ്ട്. ഫിക്സഡ് റെസിസ്റ്ററും വേരിയബിൾ റെസിസ്റ്ററും. പേര് പറയുന്ന പോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് എന്ത് ഫിക്സഡ് റെസിസ്റ്റർ. വേരിയബിൾ റെസിസ്റ്റൻസ് നമുക്ക് റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ വിവിധ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് അനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് വേരി ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് 2 ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ്. അങ്ങനെ ഫിക്സഡ് റെസിസ്റ്റേഴ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണൊരു സിമ്പിൾ ടൈപ്പ് റെസിസ്റ്ററിൻ്റെ സിമ്പിൾ. ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ സാധാ ഒരു ഫിക്സഡ് റെസിസ്റ്ററിൻ്റെ സിമ്പിളാണ് ഈ ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ ആദ്യം കാണിച്ച പോലെ ഡെപ്പിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത് കാണിച്ച പോലെ ഡെപ്പിക്റ്റ് ചെയ്യാം. അപ്പോൾ കൺഫ്യൂസ് ആവാണ്ടിരിക്കുക, രണ്ടും സെയിം ആണ്. പിന്നെന്താണ് ഫിക്സഡ് റെസിസ്റ്ററിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് അടുത്തായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈപ്പാണ് എന്ത് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററും, പിന്നെ മെറ്റൽ ഫിലിം റെസിസ്റ്റർ, കാർബൺ ഫിലിം റെസിസ്റ്റർ, വയർ വൂണ്ട് റെസിസ്റ്റർ. ഇത് ഈ ടൈപ്സൊക്കെ ഫിക്സഡ് റെസിസ്റ്ററുകളാണ്. ഇതിൽ കാർബൺ കമ്പോസിഷൻ റെസിസ്റ്ററിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പ് കണക്റ്റിംഗ് ലീഡ്സും ഉണ്ടാകും, ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലും പിന്നെ കാർബൺ മിക്സ്ചറും അടങ്ങുന്നതാണ് എന്ത് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ. മെയ്ഡ് ഓഫ് ഫൈനലി ഡിവൈഡഡ് കാർബൺ ഓർ ഗ്രാഫൈറ്റ് മിക്സ്ഡ് വിത്ത് എ പൗഡേർഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആസ് എ ബൈൻഡർ ഇൻ ദ പ്രൊപ്പോർഷൻ നീഡ് ഫോർ ഡിസൈഡ് റെസിസ്റ്റൻസ് വാല്യൂ. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ കാർബൺ മിക്സ്ചറിൻ്റെയും ബൈൻഡർ മെറ്റീരിയലിൻ്റെയും കോമ്പോസിഷനാണ്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അടുത്തത് മെറ്റൽ ഫിലിം റെസിസ്റ്റർ. സിമിലർ ടു കാർബൺ റെസിസ്റ്റർ തന്നെയാണ്, പക്ഷേ ഇവിടെ എന്താണ് മെറ്റൽ ഫിലിം ആണ് ഇവിടെ റെസിസ്റ്റൻസിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മെറ്റൽ ഈസ് സ്പ്രേഡ് ഓൺ ടു എ സെറാമിക് സബ്സ്ട്രേറ്റ് ആൻഡ് ദറ്റ് കട്ട് ഇൻ ടു എ സ്പൈറൽ ബോഡി. അപ്പോൾ ഇങ്ങനെ ഒരു സ്പൈറലായിട്ടുള്ള ഒരു ബോഡിയിലേക്ക് മെറ്റൽ ഇമ്പോസ് ചെയ്തിട്ട് അതൊരു ഫിലിമാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് മെറ്റൽ ഫിലിം റെസിസ്റ്റർ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ടൈപ്പാണ് കാർബൺ ഫിലിം റെസിസ്റ്റർ. വിച്ച് തിൻ ഫിലിം ഓഫ് കാർബൺ ഈസ് ഡെപ്പോസിറ്റഡ് ആൻഡ് ഇൻസുലേറ്റഡ് സബ്സ്ട്രേറ്റ്. അപ്പോൾ മെറ്റൽ ഫിലിം പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ കാർബൺ ഫിലിമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് വയർ വൂണ്ട് റെസിസ്റ്റർ. മെയ്ഡ് ബൈ വൈൻഡിങ് റെസിസ്റ്റൻസ് വയർ ഓൺ എ ഫോർമർ യൂസ്ഡ് ഫോർ ഹൈ പവർ അപ്ലിക്കേഷൻ. അപ്പോൾ ഹൈ പവർ വരുന്ന ആപ്ലിക്കേഷൻസിലാണ് ഇങ്ങനൊരു റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുക. അടുത്തതാണ് വേരിയബിൾ റെസിസ്റ്റർ. അപ്പോൾ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് അനുസരിച്ച് റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ് ആണ് വേരിയബിൾ റെസിസ്റ്റേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ യൂസറിന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റേഴ്സാണ് വേരിയബിൾ റെസിസ്റ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇമേജ് കൊടുത്തിരിക്കുന്ന ടൈപ്പ് വേരിയബിൾ റെസിസ്റ്ററിനെയാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുക. അപ്പോൾ അതിന് 3 ടെർമിനലുണ്ട്. 1 ഈസ് എ വേരിയബിൾ പോയിൻ്റ് ആൻഡ് അതർ 2 ആർ ഫിക്സഡ് പോയിൻ്റ്. അപ്പോൾ ഇതാണ് ഒരു വേരിയബിൾ റെസിസ്റ്ററിൻ്റെ സിമ്പിൾ വരുന്നത്. അപ്പോൾ അടുത്ത ടൈപ്പ് അതുകൂടാതെ തന്നെ റെസിസ്റ്റേഴ്സ് ടെമ്പറേച്ചർ അനുസരിച്ച് മാറുന്ന തെർമിസ്റ്ററും ലൈറ്റ് ഡിപ്പെൻഡൻ്റ് റെസിസ്റ്റർ, അങ്ങനെ വേരിയസ് പാരാമീറ്റേഴ്സ് അനുസരിച്ച് യൂസർ അല്ലാതെ തന്നെ മാറ്റുന്ന റെസിസ്റ്റൻസുകളും അവൈലബിൾ ആണ്. അടുത്തത് വരുന്നത് കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ ഈസ് എ 2 ടെർമിനൽ ഡിവൈസാണ് റെസിസ്റ്റർ പോലെ തന്നെ. മെയ്ഡ് ഓഫ് 2 പാരലൽ കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ് ആൻഡ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദം. അപ്പോൾ കപ്പാസിറ്ററിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ എന്താണ് ദ ഡൈഇലക്ട്രിക് മീഡിയം യൂസ്ഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്.
അപ്പോൾ ആദ്യത്തെ ടൈപ്പാണ് സെറാമിക് കപ്പാസിറ്റേഴ്സ്. എന്നിട്ട് ഡയലക്ട്രിക് മെറ്റീരിയൽ വരുന്നത് സെറാമിക്കാണ്. ഫിലിം ആൻഡ് പേപ്പർ കപ്പാസിറ്റർ, അതിലെന്താണ് ഫിലിം ഓർ പേപ്പർ ആയിരിക്കും, കപ്പാസിറ്റർ ഡയലക്ട്രിക് ആയിട്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ ഡയലക്ട്രിക് ആണ് ബേസിക്കലി കപ്പാസിറ്റേഴ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെ ഡയലക്ട്രിക് വ്യത്യാസം വരുന്ന പറഞ്ഞിട്ട് കപ്പാസിറ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതുക. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ആണ് കോമൺലി യൂസ്ഡ് കപ്പാസിറ്റേഴ്സ്. അതിലെന്താണ് സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് ആണ് ഡയലക്ട്രിക് ആയിട്ട് മെറ്റൽ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് വേരിയസ് വേരിയബിൾ റെസിസ്റ്റേഴ്സ്, പിന്നെ ഫിക്സഡ് കപ്പാസിറ്റേഴ്സ്, വേരിയബിൾ കപ്പാസിറ്റർ, അങ്ങനെ എല്ലാത്തിൻ്റെയും സർക്യൂട്ട് ഡയഗ്രാമിലുള്ള സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഇങ്ങനെ വരുന്നത്. അടുത്തതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇലക്ട്രോണിക്സിൽ സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ പാസീവ് കമ്പോണൻസ്, ആക്റ്റീവ് കമ്പോണൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ ആക്റ്റീവ് കമ്പോണൻസ് ഡീപ്പായിട്ട് പോയിട്ടില്ല. അപ്പോൾ അത് ആക്റ്റീവ് കമ്പോണൻസിലേക്ക് ഡീപ്പായിട്ട് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നതിന് മുമ്പ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടറും അല്ല ഇൻസുലേറ്ററും ഇല്ല. ദേ ഡെപ്പിക്ട് ബോത്ത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദ പാരാമീറ്റേഴ്സ് അപ്ലൈഡ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സബ്സ്റ്റൻസാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവർ വാലൻസ് ബാൻഡിൽ എപ്പോഴും എന്താണ് എം ടി കണ്ടക്ഷൻ മോഡ് ബാൻഡായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് രണ്ട് പ്രോപ്പർട്ടിയും ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് സെമി കണ്ടക്ടറാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ ഈ ഒരു സെമി കണ്ടക്ടറിന് വാലൻസ് ഷെല്ല് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയറിങ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് സെയിം ആറ്റം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിലിക്കണോ ജെർമേനിയോ ആണ് എക്സാമ്പിൾ ഓഫ് സെമി കണ്ടക്ടർ. അപ്പോൾ ആ ഒരു സെമി കണ്ടക്ടർ അതിൻ്റെ വാലൻസ് ബാൻഡ് പൂർത്തിയാക്കാൻ വേണ്ടി അതിൻ്റെ തന്നെ മറ്റൊരു ആറ്റത്തിൻ്റെ വാലൻസ് ബാൻഡുമായിട്ട് ഷെയർ ചെയ്ത് അത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറായിട്ട് മാറും. അതുകൊണ്ടാണ് അതിനെ എക്സ്ട്രീംലി പ്യുവർ ഫോം എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ ഫോം ആയിരിക്കില്ല. ഏതെങ്കിലും ഇമ്പ്യൂർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇമ്പ്യൂർ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ല, വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ ബോണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇതിൻ്റെ വാലൻസ് ഫില്ലാക്കും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സിനെയാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുക. ലിറ്റിൽ കറണ്ട് കണ്ടക്ഷൻ കേപ്പബിലിറ്റി ഇൻ റൂം ടെമ്പറേച്ചറാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസുകളിൽ യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. അച്ചീവ്ഡ് ബൈ ആഡിങ് സ്മോൾ എമൗണ്ട് ഓഫ് സ്യൂട്ടബിൾ ഇമ്പ്യൂരിറ്റി ടു എ സെമി കണ്ടക്ടർ. അപ്പോൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഈ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുക. അപ്പോൾ ഇമ്പ്യൂരിറ്റി എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അതിനെ നമ്മൾ ആഡ് ചെയ്താൽ എന്താണ്, അതിന് ഡോപ്പിംഗ് എന്നാണ് പറയുക. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇമ്പ്യൂരിറ്റി ആഡഡ് സെമി കണ്ടക്ടർ രണ്ട് ടൈപ്പിൽ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ രണ്ട് ടൈപ്പിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും. അപ്പോൾ ആദ്യത്തെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ വരുന്നത് എന്താണ്, പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നത്. പെൻഡാവാലൻ്റ് എന്ന് പറഞ്ഞാൽ 5 വാലൻസ് ഇലക്ട്രോൺസ് വരുന്ന ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. എക്സാമ്പിൾ ആർസെനിക്, ആൻറ്റിമണി. അപ്പോൾ പെൻഡാവാലൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺ അവിടെ പ്രൊഡ്യൂസ് ആകും. കാരണം 4 ഇലക്ട്രോൺസ് ആയിരിക്കും നമ്മൾ സെമി കണ്ടക്ടറിൻ്റെ വാലൻസ് ഷെല്ലിൽ ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് 5 വാലൻസ് ഇലക്ട്രോൺസും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു വാലൻസ് ഇലക്ട്രോൺ എക്സ്ട്രാ ആയിട്ട് വരും. അതിങ്ങനെ അടിഞ്ഞുകൂടി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താണ് ആ ഒരു സെമി കണ്ടക്ടർ ക്രിസ്റ്റലിൽ കൂടുതലായിരിക്കും. അപ്പോൾ അതിനെയാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടറാണ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ എന്ത് ചെയ്യും, നമ്മൾ പെൻഡാവാലൻറ്റിന് പകരം ട്രൈ വാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുക. ട്രൈ വാലൻ്റ് എന്ന് പറഞ്ഞാൽ 3 വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മുടെ സെമി കണ്ടക്ടറിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് വരും, 4 വാലൻസ് ഇലക്ട്രോൺസ് വരും. അതിലേക്ക് 3 ആഡ് ചെയ്ത് എന്തായി, 3 മാത്രം ഇൻകോപ്പറേറ്റ് ആവും. മറ്റേ ഒരു ഇലക്ട്രോൺ എന്താണ് ബോണ്ട് ചെയ്യാനായിട്ട് യാതൊരു വഴിയില്ല. അപ്പോൾ അതന്നെ അവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് അല്ലെങ്കിൽ ഒരു ഹോള് ജനറേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ഹോൾസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടർ ക്രിസ്റ്റലാണ്. മാത്രമല്ല ഹോൾസിൻ്റെ എണ്ണം കൂടുതലുള്ള സെമി കണ്ടക്ടർ ക്രിസ്റ്റലിനാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ എന്ന് പറയുക. അപ്പോൾ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ഗാലിയം, ഇൻഡിയം, അലുമിനിയം എക്സാമ്പിൾസ് ഓഫ് പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി. അപ്പോൾ ഫസ്റ്റ് ടൈപ്പിൽ ഈ ഇമ്പ്യൂരിറ്റീസിനെ ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുക, കാരണം ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ടൈപ്പിൽ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്നാണ് പറയുക, ഒരു ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ്. അപ്പോൾ ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് പി ടൈപ്പ് എൻ ടൈപ്പും വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത ടോപ്പിക്സ് എല്ലാം കവർ ആവുന്നത്. അപ്പോൾ അടുത്തതാണ് ഡയോഡ്. ഡയോഡ് പഠിപ്പിക്കുന്നതിന് മുമ്പ് പി എൻ ജംഗ്ഷനെ പറ്റി എന്താണ്. അപ്പോൾ ഈ ഒരു പി ടൈപ്പ് എൻ ടൈപ്പ് രണ്ട് ടൈപ്പിലുള്ള സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ ഒരുമിച്ചൊരു ബാരിയർ വെച്ച് കീപ്പ് ചെയ്ത് അതിനെയാണ് എന്ത് പറയുക, പി എൻ ജംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത ഫ്രീ ഇലക്ട്രോൺസ് നിയർ ദ ജംഗ്ഷൻ ഇൻ എൻ റീജിയൻ ബിഗിൻ ടു ഡിഫ്യൂസ് അക്രോസ് ദ ജംഗ്ഷൻ ഇൻ ടു ദ പി റീജിയൻ.
As the free electrons diffuse across the junction, they combine with holes and leave a layer of positive charges in the end region, a layer of negative charges in the end region. അപ്പോൾ ഈ ഒരു റീജിയനിൽ എന്താണ് പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും ഡിഫ്യൂസ് ആയിട്ട് അവിടെ ഒരു റീജിയൻ ഫോം ചെയ്യും. ദിസ് ഫോംസ് എ ബാരിയർ പൊട്ടൻഷ്യൽ. ദിസ് ആക്ഷൻ കണ്ടിന്യൂസ് അണ്ടിൽ ദ വോൾട്ടേജ് ബാരിയർ സ്റ്റോപ്സ് ഫർദർ ഡിഫ്യൂഷൻ. ഫോർ സിലിക്കൺ ദ ബാരിയർ പൊട്ടൻഷ്യൽ ഈസ്, അപ്പോൾ ഈ ഒരു ബാരിയറിന് എന്താണ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ വേരിയസ് ഓപ്പറേഷൻസ് PN ജംഗ്ഷൻ ഡയോഡ് യൂസ് ചെയ്തിട്ട് കണ്ടക്ട് ചെയ്യാറ്. അപ്പോൾ സിലിക്കൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ എത്രയാണ്? 0.7 വോൾട്ട് ടു 0.7 വോൾട്ടാണ്. ആൻഡ് ജെർമേനിയത്തിൻ്റെ 0.3 വോൾട്ട്. ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക, നമുക്ക് എവിടെയെങ്കിലും നമുക്ക് എക്സാമിന് ചോദിച്ചാൽ എഴുതാവുന്നതാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് PN ജംഗ്ഷൻ ആണ് ഇപ്പോൾ ഈ ഒരു PN ജംഗ്ഷനെയാണ് നമ്മൾ ഡയോഡാക്കി മാറ്റുന്നത്. അപ്പോൾ അതിനെയാണ് PN ജംഗ്ഷൻ ഡയോഡ് പറയുക. അപ്പോൾ ഇതിന് 2 ടൈപ്പ് വർക്കിംഗ് ഉണ്ട്, ഫോർവേഡ് ബൈസ്ഡ് റിവേഴ്സ് ബൈസ്ഡ്. അപ്പോൾ ആദ്യത്തെയാണ് ഫോർവേഡ് ബൈസ്ഡ്. Said to be forward biased when positive terminal is connected to P side and negative terminal is connected to N side. ശരി, അപ്പോൾ വെൻ ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്ഡ് ദ ഡിപ്ലീഷൻ റീജിയൻ നാരോസ് ആൻഡ് കോൺസിക്വൻ്റ്ലി. അപ്പോൾ ഡിപ്ലീഷൻ റീജിയനിൽ മറ്റേ വിത്ത് കമ്മിയായിട്ട് നാരോ ആയിട്ട് വരും. ദ പൊട്ടൻഷ്യൽ ബാരിയർ ലോ ആയിട്ട് വരും. ദിസ് കോസസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ടു ക്രോസ് ഇൻ ദ ഈച്ച് റീജിയൻ. അപ്പോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്താണ്? ഇപ്പോൾ P ടൈപ്പിൽ മെജോറിറ്റി ഹോൾ ആണെങ്കിൽ N ടൈപ്പിൽ മെജോറിറ്റി ഇലക്ട്രോൺസ് ആണ്. ഈ മെജോറിറ്റി കാരിയേഴ്സ് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ക്രോസ് ചെയ്തിട്ട് റീജിയൻ മാറി കളിക്കും. അപ്പോൾ അതിന് കോസ് ആവുന്നത് എന്താണ്? ഈ ഫോർവേഡ് ബയസിംഗ് ആണ് കോസ് ആവുന്നത്. ദ ഇലക്ട്രോൺസ് ട്രാവൽ ഫ്രം ദ N സൈഡ് ടു P സൈഡ് ആൻഡ് ഗോ ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അത് ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. ദിസ് വേ ദ ഡയോഡ് കണ്ടക്ട്സ് വെൻ ഫോർവേഡ് ബയസ്ഡ്. ഡയോഡ് ആക്ട്സ് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. അപ്പോൾ അങ്ങനെ ഡയോഡ് എങ്ങനെ വർക്കാവും? കണ്ടക്ട് ചെയ്ത് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് വർക്കാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫിഗർ വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഗോ ത്രൂ ചെയ്യുക. അപ്പോൾ അടുത്തതാണ് റിവേഴ്സ് ബൈസ്ഡ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. N സൈഡ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ, പോസിറ്റീവ് ടെർമിനൽ N സൈഡിലേക്കും നെഗറ്റീവ് ടെർമിനൽ P സൈഡിലേക്കും കണക്ട് ചെയ്ത് അത് റിവേഴ്സ് ബൈസ്ഡ് ചെയ്യും. റിവേഴ്സ് ബൈസ്ഡ് ഡിപ്ലീഷൻ റീജിയൻ വൈഡൻസ് ആൻഡ് പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസ് ആവും. ദ പൊളാരിറ്റി ഓഫ് ദ ബാറ്ററി എക്സ്ട്രാക്ട്സ് ദ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അപ്പോൾ മറ്റേ ഫോർവേഡ് ബയസിൻ്റെ ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് റിയാക്ഷനാണ് ഈ റിവേഴ്സ് ബയസിൽ വരിക. അപ്പോൾ എന്താണ്? ഡിഫ്യൂഷൻ കറണ്ട് 0 ആവും. ഡയോഡ് ഡസ് നോട്ട് കണ്ടക്ട് ആൻഡ് റിവേഴ്സ് ബയസ്ഡ് ആൻഡ് ആക്ട് ആസ് ആൻ ഓപ്പൺ സ്വിച്ച്. ഓപ്പൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ കണ്ടക്ഷനും വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഫോർവേഡ് ബയസ്ഡും റിവേഴ്സ് ബയസ്ഡും വരും. നിങ്ങൾ രണ്ടിൻ്റെയും ഫിഗർ നോക്കി വയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? കമ്പാരിസൺ പോലെ പഠിച്ച് വയ്ക്കുക. ഇപ്പോൾ രണ്ടും ഒന്നുകിൽ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ കമ്പാരിസൺ പോലെ ചോദിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് റെക്ടിഫയർ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു PN ജംഗ്ഷൻ ഡയോഡ് വെച്ചിട്ടാണ് നമ്മൾ റെക്ടിഫയർ എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റെക്ടിഫയർ എന്താണ്? ആൾട്ടർനേറ്റിംഗ് കറണ്ടായിട്ടുള്ള 2 ഡയറക്ഷണൽ AC-നെ സിംഗിൾ ഡയറക്ഷണൽ DC കറണ്ടാക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് റെക്ടിഫയർ. അപ്പോൾ 2 ടൈപ്പ് റെക്ടിഫയർ ഉണ്ട്, ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയർ. ആ ഫുൾ വേവിൽ തന്നെ സെൻട്രൽ ടൈപ്പ്ഡ് ഫുൾ വേവ് റെക്ടിഫയറും ബ്രിഡ്ജ് റെക്ടിഫയറും. ഹാഫ് വേവ് റെക്ടിഫയർ സിമ്പിളാണ്, കാരണം ഒരു PN ജംഗ്ഷൻ ഡയോഡ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു AC സോഴ്സും വെച്ചിട്ട് ലോഡ് കൊടുത്താൽ എന്തായി? ഹാഫ് വേവ് റെക്ടിഫയർ ആയി. അപ്പോൾ അത് വെച്ചിട്ട് ഡയോഡ് കണ്ടക്ട് ഓൺലി അറ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഇപ്പോൾ നമ്മൾ ഇത് കണ്ട ദിസ് ഈസ് ദി ഇൻപുട്ട് ആൻഡ് ദിസ് ഈസ് ദി ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ ഔട്ട്പുട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ. പകുതിയുള്ള വേവ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണ്? കണ്ടക്ഷൻ നടക്കില്ല, റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, കണ്ടക്ഷൻ നടക്കും. അതുകൊണ്ടാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം ഇതിൽ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഇനി ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുൾ വേവ് റെക്ടിഫയർ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് മാത്രം കിട്ടുന്നതിന് പകരം നമ്മൾ നെഗറ്റീവായിട്ട് വരുന്നതിനെയും പോസിറ്റീവ് ആക്കി എടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഫുൾ വേവ് റെക്ടിഫയർ. ഇതിൽ ആദ്യത്തെ ടൈപ്പാണ് സെൻട്രൽ ടൈപ്പ് ഫുൾ വേവ് റെക്ടിഫയർ. ഇതാണ് ഫുള്ള്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്ററിലും ടാപ്പ് ചെയ്തിട്ട് അവിടെ ലോഡ് കൊടുത്തിട്ട് രണ്ട് സൈഡിലും ഡയോഡ് പാരലലി കണക്ട് ചെയ്ത സെൻട്രൽ ടൈപ്പ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഇതിലെന്താ പ്രശ്നം? പോസിറ്റീവ് എന്ന് വെച്ചാൽ D1 ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ D2 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. പക്ഷേ D1 റിവേഴ്സ് ബയസ്ഡ് ആയിട്ട് കണ്ടക്ട് ചെയ്യാത്തപ്പോൾ D2 ഫോർവേഡ് ബയസ്ഡ് ആയിട്ട് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവിൻ്റെ അവിടെയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ അവിടെയും നമുക്ക് ഔട്ട്പുട്ട്സ് കിട്ടും. അപ്പോൾ അതാണ് സെൻട്രൽ ടാപ്പ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഗുണം. അപ്പോൾ ഇതിൽ ഡ്രോബാക്ക് വരുന്നത് എന്താണ്? സെൻട്രൽ ടാപ്പ് ചെയ്തൊരു ട്രാൻസ്ഫോമറിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഒരു ഡ്രോബാക്ക് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ലെങ്കിൽ എന്താണ്? പെട്ടെന്ന് അവൈലബിൾ അല്ലെങ്കിൽ നമുക്കത് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞൊരു സർക്യൂട്ടാണ് കൂടുതൽ ഡീപ്പായിട്ട് ലാബിലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട്. ഇതിൽ 4 ഡയോഡുകളാണ് വരുന്നത്, D1, D2, D3, D4. അപ്പോൾ 4 ടൈപ്പ് ഡയോഡ് വരുന്നുണ്ട്. അപ്പോൾ 4 ടൈപ്പും ഡ്യൂറിങ് പോസിറ്റീവ് ആയ സൈക്കിൾ എന്താണ് D1, D2 കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു കറണ്ട് ഫ്ലോ അങ്ങനെ വരും. കറണ്ട് ഫ്ലോസ് ത്രൂ ലോഡ് റെസിസ്റ്റർ ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഒബ്റ്റെയിൻഡ് അക്രോസ് ലോഡ് റെസിസ്റ്റർ. അപ്പോൾ ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണ് D3യും D4ഉം കണ്ടക്ട് ചെയ്യും. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് D3യും D4ഉം കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ D1ൻ്റെ കാര്യത്തിൽ കറണ്ട് ഫ്ലോ വരുന്നത് മുകളിലത്തെ സൈഡിൽ നിന്നാണ്. മുകളിൽ നിന്ന് വന്നിട്ട് D1 പിന്നെ ലോഡ് റെസിസ്റ്ററിലൂടെ കടന്ന് D2 പിന്നെ അവസാനം നെഗറ്റീവ് ഓഫ് ദ സപ്ലൈയിലേക്ക് പോകും. മറ്റേ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കാര്യത്തിൽ താഴത്ത് കൂടെയാണ് വരുന്നത്. D3യിലേക്ക് കടന്ന് പിന്നെ ലോഡിലൂടെ പോയി D4ലേക്ക് കടന്ന് പിന്നെ നെഗറ്റീവിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഡ്യൂറിങ് ബോത്ത് ഹാഫ് സൈക്കിളിൽ ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രിഡ്ജ് റെക്ടിഫയർ, പിന്നെ സെൻട്രൽ ടൈപ്പ് ഫുൾ വേവ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ, ഡയോഡ് വെച്ചിട്ടുള്ള ഈ 3 റെക്ടിഫയർ സർക്യൂട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വരുന്ന എക്യുപ്മെൻ്റ് ആണ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ കമ്പോണൻറ്റ്. അപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഡയോഡിൽ നമ്മൾ PN ജംഗ്ഷൻ മാത്രമേ വരുന്നെങ്കിൽ ഇതിൽ 2 ജംഗ്ഷൻ വരും, ഇതർ PN ജംഗ്ഷൻ ഓർ NP ജംഗ്ഷൻ. അപ്പോൾ PNP 2 ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, PNP, NPN. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് 3 ടൈപ്പ് സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളിനെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ 2 സൈഡിലും സെയിം ടൈപ്പ് ഉള്ളത് വരും, നടുവിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലും വെച്ചിട്ട്. അപ്പോൾ NPNO PNP ആയിട്ടുള്ള ട്രാൻസിസ്റ്ററുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് NPN ട്രാൻസിസ്റ്ററിൻ്റെ റെപ്രസെൻറ്റേഷൻ, സിമ്പിൾ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഒന്നുകിൽ PNP അല്ലെങ്കിൽ NPN. അപ്പോൾ സിംബോളിക് റെപ്രസെൻറ്റേഷനിൽ വരുമ്പോൾ PNPയിൽ എന്താണ്, എമിറ്ററിൻ്റെ ആരോ മുകളിലേക്കായിരിക്കും, NPNൽ എമിറ്ററിൻ്റെ ആരോ താഴത്തേക്കായിരിക്കും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യും. അപ്പോൾ ട്രാൻസിസ്റ്ററിനും നമ്മുടെ ഡയോഡ് പോലെ ബയസിങ് ഉണ്ട്. അപ്പോൾ ഫോർ നോർമൽ ഓപ്പറേഷൻ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡും ആയിരിക്കും. അപ്പോൾ ബാറ്ററി ഈസ് കണക്റ്റഡ് ആണ്, പിന്നെ VCB ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് ബേസ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ നോർമൽ ഓപ്പറേഷനിൽ വരുന്നത്. അപ്പം വർക്കിങ്ങിൽ വരുമ്പോൾ എന്താണ്, ഇലക്ട്രോൺസ് ആർ ഇൻജെക്റ്റഡ് ഇൻ ടു എമിറ്റർ റീജിയൻ ബൈ എമിറ്റർ ബയസ് സപ്ലൈ. ഇലക്ട്രോൺസ് ഇൻജെക്റ്റഡ് ഇൻ ദ എമിറ്റർ എൻ്റർ ദ ബേസ് ഓൺലി, ഫ്യൂ ഇലക്ട്രോൺസ് റീകമ്പൈൻ വിത്ത് ദ ഹോൾസ് ഇൻ ദ ബേസ് റീജിയൻ. ഇൻജെക്റ്റഡ് ഇലക്ട്രോൺ എന്താണ്, ഡിഫ്യൂസ് ആയിട്ട് കളക്ടർ റീജിയനിൽ സ്മോൾ തിക്നെസ് ഓഫ് ബേസ് ആൻഡ് മോസ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ക്രോസ് ഇൻ ടു കളക്ടർ റീജിയൻ. കളക്ടർ എന്താണ്, റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും, നേരത്തെ ഫോർവേഡ് ബയസ്ഡ് ആയിരുന്നു. ഫോർവേഡ് ബയസ്ഡ് ആയിരുന്ന കളക്ടർ ബേസ് ജംഗ്ഷനിൽ നിന്ന് കളക്ടർ പിന്നെ റിവേഴ്സ് ബയസ്ഡ് ആയിട്ട് ഒരു സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ബിറ്റ്വീൻ ബേസ് ആൻഡ് കളക്ടർ ജനറേറ്റ് ആക്കും. ഈ ഫീൽഡ് എന്താണ്, ഡിഫ്യൂസ്ഡ് ഇലക്ട്രോൺസിനെ കണക്ട് ചെയ്യും. ദ സ്മോൾ കറണ്ട് ദാറ്റ് വി ടേൺ ഓൺ അറ്റ് ദ ബേസ് മേക്സ് എ ബിഗ് കറണ്ട് ഫ്ലോ. അപ്പോൾ ചെറിയ കറണ്ട് യൂസ് ചെയ്താൽ തന്നെ ബിഗ് കറണ്ട് ഫ്ലോ ഉണ്ടാകും. ബൈ ടേണിങ് സ്മോൾ ഇൻപുട്ട് കറണ്ട് ഇൻ ടു ലാർജ് ഔട്ട്പുട്ട് കറണ്ട്, ട്രാൻസിസ്റ്റർ ആക്ട്സ് ആസ് എൻ ആംപ്ലിഫയർ. അപ്പോൾ ഒരു ആംപ്ലിഫയറിൻ്റെ ഓപ്പറേഷൻ കൂടി നടത്തും. It also acts as a switch at the same time. When there is no current to the base, little or no current flows between the collector and emitter. So base current switches and hold transistor on and off. But technically this type of transistors are called bipolar because of 2 kinds of electrical charge are involved in the making of a current flow. അപ്പോൾ അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങും ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. പിന്നെ അതിൻ്റെ സിമ്പിൾസും മറക്കാണ്ടിരിക്കുക. ഫൈനൽ ടോപ്പിക്ക് ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഫൈനലിൽ വരുന്നത് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ SCR. SCRൽ നമ്മൾ 2 PN ജംഗ്ഷൻ പഠിച്ചു, 2 PN മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഡയോഡ് പഠിച്ചു, 3 വെച്ചിട്ടുള്ള ട്രാൻസിസ്റ്റർ പഠിച്ചു. അടുത്താണ് 4 വെച്ചിട്ടുള്ള SCR സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. 3 ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ആനോഡും കാത്തോഡും ഗേറ്റ് തന്നെയാണ്, സിമിലർ ടു എന്താണ് റെക്ടിഫയർ തന്നെ, സിമിലർ ടു ട്രാൻസിസ്റ്റർ തന്നെയാണ്. നോർമൽ ഓപ്പറേഷൻ കണ്ടീഷൻ SCR ആനോഡ് ഈസ് ഹൈലി പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാഥോഡ് ആൻഡ് ഗേറ്റ് ഈസ് സ്മോൾ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാഥോഡ്. അപ്പോൾ ഗേറ്റ് ഓപ്പൺ ആണെങ്കിൽ എന്താണ്, അണ്ടർ ദിസ് കണ്ടീഷൻ J2 റിവേഴ്സ് ബയസ്ഡ് 3 ജംഗ്ഷൻ വരും. അപ്പോൾ അതിൽ J2 റിവേഴ്സ് ബയസ്ഡ്, J1 ആൻഡ് J3 ഫോർവേഡ് ബയസ്ഡ് ആണ്. അപ്പോൾ നോ കറണ്ട് ഫ്ലോ. പിന്നെ വോൾട്ടേജ് ഗ്രാജുവലി ഇൻക്രീസ് ആകുമ്പോൾ എന്താണ്, ജംഗ്ഷൻ J2 ബ്രേക്സ് ഡൗൺ ആവും, റിവേഴ്സ് ബയസ്ഡ് ആവും. അപ്പോൾ SCR now conducts heavily and said to be in on state. Applied voltage SCR conducts heavily without gate voltage called break over voltage. അപ്പോൾ ആ ഒരു വോൾട്ടേജ് ലിമിറ്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഗേറ്റ് ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാഥോഡാണ് പിന്നെയുള്ള ഓപ്പറേഷൻ. കോൺസിക്വൻ്റ്ലി എന്താണ്, J3 ആർ അട്രാക്റ്റഡ് അക്രോസ് ജംഗ്ഷൻ J2 ആൻഡ് ഗേറ്റ് കറണ്ട് സ്റ്റാർട്ട്സ് ഫ്ലോയിങ്.
അപ്പോൾ അതാണ് ഇതിൻ്റെ ഓപ്പറേഷൻ. 2 ടൈപ്പ് ഓപ്പറേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് 2 സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്ലിക്കേഷൻസ് ഓഫ് FCR വരുന്നത് സ്പീഡ് കൺട്രോൾ ഓഫ് DC AC മോട്ടർ, റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യും, ഇൻവെർട്ടർ കൺവേർഷൻ യൂസ് ചെയ്യും, ചോപ്പർ ഫോർ കൺവേർട്ടിംഗ് ഫിക്സ്ഡ് DC ഇൻറ്റു വേരിയബിൾ DC, സൈക്ലോ കൺവേർട്ടർ ആയിട്ട് യൂസ് ചെയ്യും, പവർ സ്വിച്ചസ്, സ്റ്റാറ്റിക് സ്വിച്ചസ്, റിലേ കൺട്രോൾ. അപ്പോൾ ബേസിക് ഓഫ് പവർ ഇലക്ട്രോണിക്സ് ആണ് എന്ത് SCR വരുന്നത്. അപ്പോൾ അടുത്തത് വരുന്നത് SCR ബേസ് ചെയ്തിട്ടുള്ള സർക്യൂട്ടാണ്. അതിൽ ആദ്യത്തെ ചോപ്പർ സർക്യൂട്ടാണ്. DC to DC കൺവേർഷനാണ് എന്ത് ചോപ്പർ സർക്യൂട്ടിൽ നടക്കുന്നത്. ദേ ചേഞ്ച് ഫിക്സ്ഡ് DC പവർ ടു വേരിയബിൾ DC പവർ യൂസിങ് ദിസ് DC പവർ സപ്ലൈ ടു ഡിവൈസസ്. അപ്പോൾ ഇതാണ് ചോപ്പറിൻ്റെ ഫിഗർ വരുന്നത്. അപ്പോൾ ഒരു നമ്മുടെ SCR വരും, ഒരു ഡയോഡ് വരും, പിന്നെ ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, വോൾട്ടേജ്, ലോഡ്. അപ്പോൾ അപ്ലിക്കേഷൻസ് വരുന്നത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ, DC മോട്ടോർ, സ്പീഡ് കൺട്രോൾ, DC വോൾട്ടേജ് ബൂസ്റ്റർ, ബാറ്ററി ചാർജർ, റെയിൽവേ സിസ്റ്റം, ഇലക്ട്രിക് കാറിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫൈനൽ ടോപ്പിക് ആയിട്ട് വരുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇലക്ട്രിക് ഡ്രൈവർ. അപ്പോൾ ഇതാണ് ഒരു ഇലക്ട്രിക് ഡ്രൈവിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. സോഴ്സ്, പവർ മോഡുലേറ്റർ, മോട്ടർ, ലോഡ്, കൺട്രോൾ യൂണിറ്റ്, സെൻസിങ് യൂണിറ്റ്, ഇൻപുട്ട് കമാൻഡ്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്തൊക്കെയാണ് ബേസിക് കാര്യങ്ങളെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് 4th മൊഡ്യൂൾ വരുന്നത്. കമ്പാരിറ്റീവ്ലി തിയറി പോർഷൻ കൂടുതലുള്ള മൊഡ്യൂളാണെങ്കിൽ കൂടി എന്താണ് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇത് ഗോ ത്രൂ ചെയ്യുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണ് ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടുകൾ, പിന്നെ റെക്ടിഫയർ സർക്യൂട്ടുകളും, പിന്നെ BJTയുടെ വർക്കിംഗ് പ്രിൻസിപ്പിളും, SCRൻ്റെ ചോപ്പർ സർക്യൂട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ 4th മൊഡ്യൂളും കവർ ചെയ്തു. താങ്ക് യു.